ഇടത് കൈകൊണ്ട് സ്വാഭാവികമായി എഴുതുന്ന ഒരു കുട്ടിയെ നിങ്ങൾ വലത് കൈകൊണ്ട് എഴുതാൻ നിർബന്ധിക്കുന്നുണ്ടോ? എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു മഹാപാതകമായി മാറാം. ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് കണ്ണു തുറക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞു മസ്തിഷ്കം ഏതെങ്കിലും ഒരു വശം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഗർഭപാത്രത്തിനുള്ളിൽ വെച്ചു തന്നെ ചില കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു തള്ളവിരൽ കുടിച്ചു തുടങ്ങുമെന്നാണ്. ചിലർ വലത് കൈയുടെയും ചിലർ ഇടത് കൈയുടെയും. ഈ ഗർഭകാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ വശത്തെ കൈയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം വരക്കാനും എഴുതാനും തുടങ്ങുമ്പോൾ അവർ ഉപയോഗിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഇടംകൈയനാവുന്നതും വലംകൈയനാകുന്നതും ചോയ്സ് അല്ല, ഒരു ശീലത്തിന്റെ ഭാഗവുമല്ല. അവരുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്തരത്തിലായതുകൊണ്ടാണ്. ഇടം കൈയിനെ നിയന്ത്രിക്കുന്നത് വലത് മോട്ടോർ കോർട്ടെക്സ് ആണ്, വലത് കൈയെ ഇടത് മോട്ടോർ കോർട്ടെക്സും. ഈ പ്രദേശങ്ങൾ നമ്മുടെ പേശികളെ ചലിപ്പിക്കുക മാത്രമല്ല, വർഷങ്ങളായി നമ്മുടെ ബ്രെയിൻ ബിൽഡ് ചെയ്തെടുക്കുന്ന ടൈമിംഗ്, റിഥം, കോർഡിനേഷൻ എന്നിവയുടെ സൂക്ഷ്മമായ മോട്ടോർ മെമ്മറി കൂടി സൂക്ഷിക്കുന്നുണ്ട്. ഒരു കുട്ടി സ്വാഭാവികമായും ഇടത് കൈകൊണ്ട് എഴുതുമ്പോൾ റൈറ്റ് ഹെമിസ്ഫിയർ ആണ് എഴുത്തുമായി ബന്ധപ്പെട്ട രീതികളെല്ലാം സൂക്ഷിക്കുന്നത്. പെൻസിൽ എങ്ങനെ പിടിക്കാം, ലെറ്ററുകൾ എങ്ങനെ ഷേപ്പ് ചെയ്യാം, എഴുതുമ്പോൾ എത്ര പ്രഷർ കൊടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഒരു ഇടംകൈയൻ കുട്ടിയെ വലത് കൈകൊണ്ട് എഴുതാൻ നമ്മൾ നിർബന്ധിക്കുമ്പോൾ അത്തരമൊരു ടാസ്കിന് വേണ്ട ന്യൂറൽ പാറ്റേണുകൾ പരിചയമില്ലാത്ത തലച്ചോറിന്റെ എതിർ അർദ്ധഗോളത്തോടാണ് ഈ ഒരു കോംപ്ലക്സ് ടാസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഫലം എന്താണെന്ന് വെച്ചാൽ, തലച്ചോറിന്റെ രണ്ട് അർദ്ധഗോളങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം രൂപപ്പെടും. കൺഫ്യൂസ്ഡ് ബ്രെയിൻ സിഗ്നൽ, സ്ലോവർ കോർഡിനേഷൻ, ക്ഷീണം, നിരാശ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി ഉണ്ടാവും. എന്നാൽ ചില കുട്ടികൾക്ക് ഇത് അവരുടെ ജീവിതത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ വിക്കുണ്ടാവുന്ന അവസ്ഥയായി മാറും. കാരണം എഴുത്തിനെയും സംസാരത്തിനെയും നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ കേന്ദ്രങ്ങൾ ന്യൂറൽ നെറ്റ്വർക്കുകൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് വളരെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഡോമിനന്റ് ഹാൻഡ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സംസാരത്തെയും ബാധിക്കുന്നു. ചരിത്രത്തിൽ ഇതിനുള്ള ഒരു പ്രശസ്ത ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് അന്തരിച്ച ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ പിതാവ് കിങ് ജോർജ് ആറാമൻ. അദ്ദേഹം ഒരു ഇടംകൈയനായിരുന്നു. എന്നാൽ കുട്ടിക്കാലത്ത് കർക്കശക്കാരനായ അദ്ദേഹത്തിന്റെ പിതാവ് വലത് കൈകൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിക്കുന്നു. പിന്നീട് ജീവിതത്തിൽ തന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ വരെ വിക്കി പിടിക്കൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. അതിനാൽ ഒരു കുട്ടി ഇടത് കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. തിരുത്താൻ ശ്രമിക്കുന്നത് അവരുടെ ചലനത്തെ മാത്രമല്ല, ശബ്ദത്തെയും നിശബ്ദമാക്കാം. ലോകത്ത് ജനിക്കുന്ന മനുഷ്യരിൽ 10% പേർ ഇടംകൈയന്മാരാണ്. ഭൂരിപക്ഷം ആളുകൾ വലംകൈയന്മാരാണെന്നതുകൊണ്ട് ആ 10% ചെയ്യുന്ന കാര്യം തെറ്റായിരിക്കണമെന്നില്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായും സുഹൃത്തുക്കളുമായും പങ്കുവെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.